നമസ്കാര സുഹൃത്തുക്കളെ, ഭക്തി മൂത്ത് ഭ്രാന്താകരുത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഭക്തി മൂത്ത് ഒടുവിൽ ഭണ്ഡാരം തന്നെ അടിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ ആ ഒരു ലൈനാണ് നടക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കോടികളുടെ ഫണ്ടും സ്വർണവും വെള്ളിയും ഇഷ്ടികകളും കാണാതായ ആ മഹത്തായ കൊള്ളയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാമരാജ്യം വരും വരും എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചവർ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഭണ്ഡാരം കട്ടുകൊണ്ട് പോയത് എങ്ങനെ ഒതുക്കി തീർക്കുമെന്നറിയാതെ വിയർക്കുകയാണ്. ഇനി അവർക്ക് മറുപടിയില്ല. സംഭവം സിമ്പിളാണ്. ഞാൻ തിന്നില്ല, മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുകയുമില്ല എന്ന് പണ്ടാരോ തട്ടിവിട്ട ഒരു ഡയലോഗ് നമ്മൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? ആരുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ അയോധ്യയിലെ ട്രസ്റ്റിന്റെ കാര്യത്തിൽ അത് അല്പം തിരുത്തേണ്ടി വരും. ഞങ്ങൾ തിന്നില്ല, പക്ഷെ ഞങ്ങളുടെ ആളുകൾ വന്ന് ചാക്കിൽ വാരിക്കൊണ്ടു പോയാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ദേവദ്രവ്യം കട്ടാൽ ഏഴരശനി പിടിക്കുമെന്നാണ് ഹിന്ദു പുരാണം. പക്ഷെ 42 ദിവസം കൊണ്ട് 70 തവണയാണ് ക്ഷേത്ര ഫണ്ട് ഇവിടെ കൊള്ളയടിക്കപ്പെട്ടത്. നമുക്ക് നോക്കിയാലോ ആ ഒരു കൊള്ള ദൃശ്യം. ആഹാ, എത്ര മനോഹരമായിട്ടാണ് ആ കൊള്ളയടിക്കുന്നത് അല്ലേ? എത്ര ചരിത്രപരമായിട്ടുള്ള ആചാരം. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. ഇവിടെ BJP മിണ്ടുന്നില്ല. എന്താണോ ആവോ, ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം അവർ മൗനം പാലിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ഗസ്നി മുഹമ്മദ് പോലും സോമനാഥ ക്ഷേത്രം വെറും 17 തവണയെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ട്രസ്റ്റിലിരുന്ന സ്വന്തം സുഹൃത്തുക്കൾ ഗസ്നിയെ പോലും നാണിപ്പിച്ചു കളഞ്ഞു. കാരണം അത്ര വലിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. അടുത്ത വെടിപൊട്ടിയത് സംഘപരിവാറിന്റെ ചങ്കിലേക്കാണ്. അഴിമതിയില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത സംഘടന എന്ന് സ്വയം പുകഴ്ത്തുന്ന RSSന് കിട്ടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പണിയാണ്. അതായത് സംഭാവന എണ്ണാൻ ഇരുത്തിയ 8 പേരെ പോലീസ് അങ്ങ് പൊക്കി. പിന്നെ അവിടെ VHPയുടെയും RSSന്റെയും ഒക്കെയുള്ള ഉന്നത നേതാക്കളുടെ ഉറ്റതോഴന്മാരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി. മാസത്തിൽ 12,000 രൂപ ശമ്പളമുള്ള ക്യാഷ് കൗണ്ടർ ജീവനക്കാരൻ ജോലിക്ക് കയറി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ 25 ലക്ഷത്തിന്റെ വീടും സ്ഥലവും വാങ്ങി മാസമായിട്ട് നടക്കുന്നു. എന്താ അത്ഭുതം ഇല്ലേ? RSSന് പണി കിട്ടിയെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം മൈക്കെടുത്ത് കൂവിയപ്പോൾ RSS ചീഫ് മോഹൻ ഭഗവത് സാബ് കമാന്നൊരക്ഷരം മിണ്ടിയില്ല. എങ്ങനെ മിണ്ടാനാ? എവിടെ പോയി ആ 56 ഇഞ്ച് നെഞ്ച്? പക്ഷേ മൗനം പാലിച്ചു. ഇനി നമ്മുടെ ഉത്തർപ്രദേശ് CM യോഗിജിക്ക് കിട്ടിയ തേപ്പാണ് ഇതിലും വലിയ കോമഡി. അങ്ങേരെ മൊത്തത്തിൽ അങ്ങ് തഴഞ്ഞു കളഞ്ഞു. രാമക്ഷേത്ര ട്രസ്റ്റിൽ ആരെ നിയമിക്കണമെന്ന് മോദിജിയും കേന്ദ്രവും തീരുമാനിച്ചപ്പോൾ യോഗിയോട് ഒരു വാക്ക് പോലും ചോദിച്ചിട്ട് പോലുമില്ലായിരുന്നു. ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായും കൂട്ടരും യോഗിയെ പുല്ലുവിലയിലാണ് കൽപ്പിച്ചിരുന്നത്. പക്ഷെ സംഭവം നാണക്കേടായപ്പോൾ യോഗി ശരിക്കും തനി സ്വഭാവം കാണിച്ചു. തഞ്ചിൽ തന്നെ തടി തപ്പി. അതായത് സംഭവം അന്വേഷിക്കാൻ യോഗിജി ഉടനെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. SIT വന്നു. എന്നിട്ട് ഈ ചമ്പത് റായോട് ഈ യോഗി പറഞ്ഞു, മേലാൽ എൻ്റെ കൂടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കരുത്. ഒടുവിൽ നാണക്കേട് താങ്ങാനാവാതെ ചമ്പത് റായിക്കും കൂട്ടർക്കും ട്രസ്റ്റിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. അതായത് മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞു, വലിയ രീതിയിലുള്ള കൊള്ള നടന്നിട്ടുണ്ട്, ശരിയാണ്, ഞങ്ങൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറഞ്ഞ് നൈസായിട്ട് തടി തപ്പി. രാമന്റെ സ്വർണം കട്ടതാര് എന്ന ചോദ്യത്തിന് മറുപടിയില്ല കേട്ടോ. എന്തായാലും ഹിന്ദുക്കളെയും ക്ഷേത്രത്തെയും സംരക്ഷിക്കുന്ന ചില ആളുകൾക്ക് 8ന്റെ പണിയാണ്. ഇന്ന് മിണ്ടണ്ട. കേരളത്തിലെ സ്വർണ്ണക്കൊള്ള വാതോരാതെ പ്രതിഷേധവും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയ BJP നേതാക്കൾക്ക് ഇപ്പൊ കമാന്നൊരക്ഷരം മിണ്ടണ്ടാന്നേ. അവരുടെ വായെല്ലാം വാ പൂട്ടിയ പോലെയായി. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുക തന്നെയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഇനി പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഉത്തർപ്രദേശ് CM യോഗിജിക്ക് കിട്ടിയ തേപ്പാണ് വലിയ കോമഡി ആയത്. ആ കോമഡി എന്തായാലും അദ്ദേഹത്തിന് അത്ര രസിച്ചിട്ടുമില്ല, അദ്ദേഹത്തിന്റെ അണികൾക്ക് അത്ര രസിച്ചിട്ടുമില്ല. കാരണം രാമനെ സ്വീകരിച്ച് രാമനിൽ വിശ്വാസമർപ്പിച്ച് തന്റെ കാണിക്ക ഇട്ടവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 8ന്റെ പണിയാണ്. വോട്ട് ചോദിച്ച് ഇതൊരു രാഷ്ട്രീയപരമായിട്ട് കളിച്ച ചില നേതാക്കൾ പിടിക്കപ്പെട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ രാമന് കൊണ്ടുകൊടുത്ത പണങ്ങളൊന്നും ഇനി രാമന്റെ പക്കൽ കാണത്തില്ല എന്നും വലിയ രീതിയിലുള്ള ആഡംബര ജീവിതമായിട്ട് ചില ആളുകൾ പുറത്തുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ആളുകൾക്ക് മനസ്സിലായി. ഈ ആളുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക്. അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷൻ ഒരുപക്ഷെ ഈ വിശ്വാസികൾ മാറി ചിന്തിക്കുമോ എന്നുള്ള ഭയത്തിലാണ് യോഗിജി ഉള്ളത്. UP ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്. എന്തായാലും ഈ മുഖം തിരിച്ചു പിടിക്കാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടേ പറ്റൂ. ഇതൊക്കെ പോരാഞ്ഞിട്ട് അയോധ്യയിലെ ആദ്യത്തെ മഴ പെയ്തപ്പോൾ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ചൊർന്നൊലിക്കാൻ തുടങ്ങിയ
അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യ പൂജാരി പരസ്യമായിട്ട് പറഞ്ഞതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ടായിട്ടും ആദ്യത്തെ മഴയത്ത് തന്നെ ചോറുന്ന ക്ഷേത്രവും ചോരാത്ത ഭണ്ഡാരവും കട്ടുകൊണ്ടുപോകുന്ന ജീവനക്കാരും. എന്തായാലും വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമാക്കാനാണ് സാധ്യത. എന്തായാലും പ്രതികാര പതാകയും എന്തി BJPയെയും മോദിജിയെയും പഞ്ഞിക്കിടാൻ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. ഈ ഒരു ഡിജിറ്റൽ ഇന്ത്യയിലെ കള്ളന്മാർ ഇനി എങ്ങനെ രാമന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുമെന്നുള്ളത് നോക്കിക്കാണാം. എന്തായാലും അയോധ്യയിലെ ഈ ഒരു ഭണ്ഡാരക്കൊള്ള പുറത്തായതോടെ പ്രതിപക്ഷത്തിന് ലോട്ടറി അടിച്ച അവസ്ഥയാണ്. അവരാകെ തുള്ളിച്ചാടുകയാണ്. പാർലമെന്റ് സമ്മേളനം തുടങ്ങാൻ കാത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ വലിച്ചിഴക്കപ്പെട്ട അഖിലേഷ് യാദവും ഇപ്പോൾ മോദിജിയെയും BJPയെയും പഞ്ഞിക്കിടാൻ വടിയുമെടുത്ത് നിൽക്കുകയാണ്. പണ്ട് ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ കേസ് കൊടുത്തവർ ഇപ്പോൾ അയോധ്യയിലെ യഥാർത്ഥ ചൗക്കിദാർമാരെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് ചാക്കിൽ പണം വാരുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നാവുണങ്ങി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ പാർലമെന്റ് അയോധ്യ വിഷയത്തിൽ പുകയുമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത്ര വലിയ കൊള്ളയല്ലേ നടന്നത്. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നല്ലേ, പ്രതിപക്ഷ നേതാക്കളുടെ വീട്ടുപടിക്കൽ രാവിലെ 6 മണിക്ക് ബെല്ലടിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളായ CBIയും EDയും ഇപ്പോൾ അയോധ്യയുടെ വഴി പോലും മറന്നിരിക്കുന്നു. അതായത് അങ്ങോട്ടേക്ക് നോക്കിയേ ചെയ്യുന്നില്ല. സാധാരണക്കാരുടെ അക്കൗണ്ടിൽ 10 രൂപ അധികം വന്നാൽ നോട്ടീസ് അയക്കുന്ന ആദായ നികുതി വകുപ്പ് എന്തിനേറെ പറയുന്നു, ഇപ്പൊ കേരളത്തിൽ വന്നില്ലേ. ആ അയോധ്യ ട്രസ്റ്റിലെ ജീവനക്കാർ കോടികളുടെ ആസ്തികൾ വാങ്ങിക്കൂട്ടിയപ്പോൾ സുഖനിദ്രയിലായിരിക്കുന്നു. ED എവിടെ, CBI എവിടെ എന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോളർമാർ തിരച്ചിൽ നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മറുപടിയില്ല. കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ്. അയോധ്യയിലെ കള്ളക്കളി പുറത്തു വന്നതോടെ BJPയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് അജണ്ടകൾക്കും കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം വോട്ട് ഇനി എങ്ങനെ ചോദിക്കും? രാമന്റെ പേര് കളഞ്ഞു കുളിച്ചു. അയോധ്യ കഴിഞ്ഞാൽ അടുത്തത് മധുരയും വാരണാസിയും കാണിച്ച് വോട്ട് പിടിക്കാമെന്ന് കരുതിയിരുന്ന നേതാക്കൾക്ക് ഇപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ്. കാരണം രാമന്റെ വിഷയത്തിൽ ഈ ഒരു കാര്യം വന്നതുകൊണ്ട് ഇനി മധുരയൊക്കെ ചതിക്കും. ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത് അടുത്ത ക്ഷേത്രം പണിയുന്നത് അവിടുത്തെ ഭണ്ഡാരം കൂടി സ്വന്തക്കാർക്ക് അടിച്ചു മാറ്റാനാണോ എന്നതാണ്. ഇതോടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭക്തി കാണിച്ച് വോട്ട് തട്ടാമെന്ന തന്ത്രത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അന്നത്തെ രാമന്റെ വിഷയം ഉയർത്തിപ്പിടിച്ച് വോട്ട് ചോദിച്ചവർക്ക് ഇനി എന്താണ് ചോദിക്കാനുള്ളത്? അയോധ്യയിലെ ഈ ഒരു കൊള്ളയിൽ ഏറ്റവും കൂടുതൽ കലിപ്പുള്ളത് അവിടുത്തെ തദ്ദേശവാസികളായ വോട്ടർമാർക്കാണ്. ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് തങ്ങളുടെ വീടുകളും കടകളും വിട്ടുകൊടുത്ത പാവപ്പെട്ട ജനങ്ങൾ, അവർക്ക് ഇതുവരെ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം പോലും കിട്ടിയിട്ടില്ല എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തങ്ങൾക്ക് കിട്ടേണ്ട പണമാണ് ട്രസ്റ്റിലിരുന്ന കള്ളന്മാർ അടിച്ചു മാറ്റിയത് എന്ന് അയോധ്യയിലെ ജനങ്ങൾ തന്നെ ഇപ്പോൾ പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ്. ഇത് BJPക്കും RSSനും ചെറിയ തലവേദനയാണ്. സ്വന്തം മണ്ണിലെ വോട്ടർമാർ പോലും കൈവിട്ടതോടെ ഉത്തർപ്രദേശിലെ BJP നേതാക്കൾക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ ഭയമായിരിക്കുകയാണ്. പണ്ട് ഭയപ്പെടുത്തിയിരുന്നവർ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ ട്രോളന്മാരും സോഷ്യൽ മീഡിയയും ഈ ഒരു വിജയം ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയിൽ QR കോഡ് വഴി ഭണ്ഡാരത്തിലേക്ക് പണമിട്ട മലയാളി ഭക്തൻ, ആ പണം നേതാവിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പോയത് അറിഞ്ഞപ്പോഴുള്ള ഭാവം എന്ന രീതിയിലുള്ള മീമുകളാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നിറയുന്നത്. എന്തായാലും ക്യാമറയ്ക്ക് മുന്നിൽ വലിപ്പമുള്ള തത്വങ്ങൾ പറയുകയും അതുപോലെ തന്നെ ക്യാമറയ്ക്ക് പിന്നിൽ കൈയിട്ട് വാരുകയും ചെയ്യുന്ന ഇത്തരം സൈബർ ഭക്തന്മാരുടെ മുഖം മൂടിയാണ് ഈ ട്രോളിലൂടെ ജനങ്ങൾ വലിച്ചു കയറുന്നത്. ഈ കടുത്ത ഡാമേജ് എങ്ങനെ തീർക്കുമെന്നറിയാതെ BJPയുടെ IT സെൽ ഇപ്പോൾ 24 മണിക്കൂറും കഷ്ടപ്പെടുകയാണ്. എന്താണ് ചെയ്യുന്നത്? ഡിലീറ്റ് ആയത് വീണ്ടും വന്നിരിക്കുന്നു. അയോധ്യയിലെ കൊള്ളയെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ അക്കൗണ്ടുകൾ കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്യാനും ചർച്ചകളുടെ വഴി തിരിച്ചുവിടാൻ മറ്റു വല്ല അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനും അവർ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഏൽക്കുന്നില്ല. ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെയാണ് ഈ വലിയ അഴിമതിയെ ന്യായീകരിക്കാൻ നോക്കുന്ന IT സെല്ലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യാനാ? ആകെ പെട്ടുപോയില്ലേ. ചുരുക്കത്തിൽ ദൈവത്തിന്റെ പേരിൽ കോടികൾ പിരിച്ചെടുത്ത് സ്വന്തം പോക്കറ്റ് വീർപ്പിച്ചവർക്ക് അയോധ്യയിലെ മണ്ണ് തന്നെ ഇപ്പോൾ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിരിക്കുകയാണ്. രാമന്റെ പേരിൽ രാഷ്ട്രീയം കളിച്ചവർക്ക് സ്വന്തം പാളയത്തിലെ കള്ളന്മാർ തന്നെ കെണിയൊരുക്കുമെന്ന് ആരും കരുതിയിട്ടുണ്ടാകില്ല. പണക്കൊഴുപ്പിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ ഈ ഒരു അഴിമതി മൂടിവെക്കാൻ നോക്കിയാലും പൊതുജനങ്ങളുടെ കണ്ണിൽ
പൊടിയിടാൻ ഇനി സാധിക്കില്ല എന്ന് കരുതാം. അന്താരാഷ്ട്ര തലത്തിൽ നാണക്കേടുണ്ടാക്കിയ ഈ ഒരു അയോധ്യ കൊള്ളയുടെ ബാക്കി പത്രങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാമനെ കളിപ്പിച്ചവർക്ക് ഇനി തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് കർമ്മ ഈസ് ബൂമറാങ് എന്ന്. അതുപോലെ തന്നെ ഒരു പക്ഷേ വരാം. എന്തായാലും BJPയും RSSും ഒത്തുകളിച്ച് ഈ ഒരു നാടകത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കളിക്ക് ഇപ്പോൾ തിരശ്ശീല വീണിരിക്കുകയാണ്. അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ BJPയെയും RSSനെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. എന്തായാലും BJP വലിയ രീതിയിൽ തന്നെ മുന്നേറുകയാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ ഈ കാര്യം നടന്നത്. ഇനി അതുകൊണ്ട് തന്നെ BJPയുടെ വോട്ടുകൾ കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് ആയുധമാക്കി പ്രതിപക്ഷം പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ യുദ്ധങ്ങളൊക്കെ ഒന്ന് കലാശിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമാധാനം പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില കൊടികൾ പാറുകയും ചെയ്യും, ചില നേതാക്കൾ മുന്നിൽ നിൽക്കുകയും ചെയ്യും. അത് കാണണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ BJPയുടെ ഓരോരോ കള്ളത്തരങ്ങൾ പുറത്തു വരേണ്ടി വരും.